എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടീച്ചർ ആൻഡ് ടീച്ചർ അസിസ്റ്റൻറ്റ് പൊസിഷൻസിലേക്കുള്ള വാക്കൻസീസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ BEd കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ മോണ്ടിസോറി കഴിഞ്ഞവർക്കുള്ള വാക്കൻസീസ് നമ്മൾ ഈ വീഡിയോയുടെ അകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഫ്രഷേഴ്സിന് പറ്റിയ വാക്കൻസീസ് ഒന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഫ്രഷറാണ്, നിങ്ങളുടെ കയ്യിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ മോണ്ടിസോറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടീച്ചർ അസിസ്റ്റൻറ്റ് പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലതരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് അവർ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ കുറച്ചായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയൊക്കെ ടീച്ചർ അസിസ്റ്റൻറ്റ് പൊസിഷൻസിലേക്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ വെച്ച് ടീച്ചർ അസിസ്റ്റൻറ്റ് പൊസിഷൻസിലേക്കായാലും BEd കഴിഞ്ഞവരാണെങ്കിൽ ടീച്ചർ പൊസിഷൻസിലേക്കായാലും ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ഹയറിങ്സും അതുപോലെ തന്നെ പുതിയ അക്കാദമിക് ഇയറിലേക്കുള്ള വാക്കൻസീസും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ അക്കാദമിക് ഇയറിലേക്കുള്ള പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം എപ്പോഴും ഈ ഒരു ചോദ്യം വരുമ്പോൾ ഞാനതിന് പെർഫെക്റ്റ് ആയിട്ടൊരു റിപ്ലൈ തരാത്തതിൻ്റെ കാരണം സ്കൂൾസിൽ എപ്പോഴും ഡെമോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നുണ്ടാവുക. അതായത് ചില എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്കൂൾസൊക്കെ നമുക്ക് ആദ്യത്തെ റൗണ്ട് ഇൻ്റർവ്യൂ എങ്ങനെയാണെങ്കിലും സൂമിലൊക്കെ അറേഞ്ച് ചെയ്ത് തരും, നമ്മൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു സെഷനും കൂടി ഉണ്ടാവും. അതിനുശേഷമായിരിക്കും നമുക്ക് നമ്മുടെ ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടുന്നുണ്ടാവുക. വളരെ ചുരുക്കം സ്കൂൾസാണ് ഡെമോ ക്ലാസ് ഇല്ലാതെ നേരിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും നമ്മളായിട്ട് നടത്തിയ ഒരു ചെറിയ ഓൺലൈൻ ഇൻ്റർവ്യൂവിൻ്റെയും പുറത്ത് നേരിട്ട് നമുക്ക് ഓഫർ ലെറ്റർ തരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു പെർഫെക്റ്റ് ആയിട്ടൊരു മറുപടി തരാനായിട്ട് പറ്റാത്തത്. എന്തായാലും പുതിയ അക്കാദമിക് ഇയറിലേക്ക് ഒരുപാട് പോസ്റ്റ് ഇനിയും ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ മെയിൽ ID റെസ്പോൺസ് കിട്ടുന്നില്ല, അതിന് റിപ്ലൈ ഒന്നും വരുന്നില്ല എന്നുള്ള ഒരു പരിഭവം കൂടി വരാറുണ്ട്. അപ്പോൾ കുറച്ച് ഇപ്രാവശ്യവും കുറച്ച് വാട്സപ്പ് നമ്പേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാക്കൻസീസ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ ഉള്ള പോസ്റ്റിനൊക്കെ നിങ്ങൾ എന്തായാലും കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുത്ത് നേരെ അയക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു CV മെയിൽ ചെയ്യുന്ന ടൈമിൽ ആ CVയുടെ അറ്റാച്ച്ഡ് ഫയൽ ജസ്റ്റ് ആ ഫയൽ മാത്രം അറ്റാച്ച് ചെയ്ത് അയക്കാതെ ഒരു ചെറിയ കവർ ലെറ്ററും കൂടിയും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരുപാട് ലെങ്തി ആവാതിരിക്കാനും നോക്കണം. കാരണം ഇത് മുഴുവൻ അവരിരുന്ന് വായിച്ച് നോക്കില്ല. പക്ഷേ ഒരു ഫയൽ നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു ചെറിയ ഇൻട്രഡക്ഷൻ കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ ഇത്രേ തന്നെ ഉള്ളൂ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വാക്കൻസീസ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് ദ ലിറ്റിൽ ഡ്രീമേഴ്സ് നഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ള ജുമേറ 3-ലുള്ളൊരു നഴ്സറിയിലാണ്. അവിടെ 2 പൊസിഷൻസ് ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ഒന്ന് ടീച്ചർ പൊസിഷനും അതുപോലെ തന്നെ ടീച്ചർ അസിസ്റ്റൻറ്റ് പൊസിഷനും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ CV info@littledreamersnursery.com എന്നുള്ള മെയിൽ IDയിലേക്കോ അല്ലെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിലേക്കോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വന്നിട്ടുള്ളതൊരു ടീച്ചർ അസിസ്റ്റൻറ്റ് പൊസിഷനാണ്. അതൊരു വാക്കിംഗ് ഇൻ്റർവ്യൂ കൂടിയാണ്. ഇത് വന്നിട്ടുള്ളത് യെല്ലോ കൈറ്റ് നഴ്സറി എന്ന് പറഞ്ഞിട്ടൊരു നഴ്സറിയിലാണ്. ആദ്യം അതിൻ്റെ പേര് കാംഗ്രൂ കിഡ്സ് നഴ്സറി ആയിരുന്നു. ഇപ്പോൾ അത് യെല്ലോ കൈറ്റ് നഴ്സറി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു നഴ്സറി വരുന്നത് അൽസഫ 2-ലാണ്. അതൊരു വില്ലയിലാണ് ഒരു നഴ്സറി പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അവിടെ ഒരു ടീച്ചർ അസിസ്റ്റൻറ്റിനെ നോക്കുന്നുണ്ട്. 21 വയസ്സോ അതിൽ കൂടുതലായിരിക്കണം. നിർബന്ധമായിട്ടും സ്ത്രീകൾക്കായിട്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. പിന്നെ മിനിമം ക്യാഷ് ലെവൽ 2 അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടീച്ചർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് 31 മെയ് ഒരു ശനിയാഴ്ച ആണ് 9 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തിനകത്ത് നഴ്സറിയിൽ ചെന്ന് നമ്മുടെ CV ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അൽമാനാറയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നൊരു നഴ്സറിയിലേക്ക് ഫൗണ്ടേഷൻ സ്റ്റേജ് ടീച്ചറെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോട്ടലർ ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ നോക്കുന്നുണ്ട്, ടീച്ചർ അസിസ്റ്റൻസിനെ നോക്കുന്നുണ്ട്, അറബിക് ടീച്ചറെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് recruitment@greengrassnursery.com എന്നുള്ള മെയിൽ IDയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടീച്ചർ പൊസിഷനും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിനുള്ള പൊസിഷനും കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു നഴ്സറി കൂടിയാണ്.
അടുത്തതായിട്ട് വരുന്നത് ഒരു ഗൾഫ് എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസീസ് ആണ്. ഹ്യൂമാനിറ്റീസ് ടീച്ചർ, ഫിസിക്സ് ടീച്ചർ, സയൻസ് ടീച്ചർ, അതേപോലെ തന്നെ സെക്കൻഡറി മാത്ത് ടീച്ചർ പൊസിഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലും BEd ഒക്കെ ഉള്ളവർക്കായിരിക്കും മുൻഗണന കിട്ടുന്നുണ്ടാവുക. ഇത് വരുന്നത് ആക്ച്വലി ഇവരൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആണ് അബുദാബിയിലുള്ള. അപ്പോൾ മറ്റ് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഇവർ ഇപ്പോൾ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ careers@gulfeducation.ae എന്നുള്ള മെയിൽ ID-യിലേക്ക് ഇതിലേതെങ്കിലും ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് CV അയച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ദുബായ് മോഡേൺ എഡ്യൂക്കേഷൻ സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫിസിക്സ് ടീച്ചർ, ബയോളജി ടീച്ചർ, ജോമെട്രി, സയൻസ്, ഇംഗ്ലീഷ്, മാത്സ്, അറബിക്, അൽജിബ്ര, കാൽക്കുലസ് തുടങ്ങി മിഡിൽ ആൻഡ് ഹൈസ്കൂൾ ടീച്ചേഴ്സിനുള്ള വേക്കൻസീസ് ആണിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ 28 മെയ്യുടെ അകത്ത് നമ്മൾ CV ഫോർവേഡ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. HR@dmes.ae എന്നുള്ള മെയിൽ ID-യിലേക്ക് നമ്മുടെ CV വിത്ത് കവർ ലെറ്റർ ഫോർവേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഒരു പ്രൈമറി അസിസ്റ്റൻറ്റ് ടീച്ചർ പൊസിഷനാണ്. ബാച്ചിലേഴ്സ് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സിമിലർ റോളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫേർഡും കൂടിയാണ്. ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂളിലാണ് ഇങ്ങനൊരു വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ജോബ് ടൈറ്റിലിൽ പ്രൈമറി അസിസ്റ്റൻറ്റ് ടീച്ചർ കൊടുത്തിട്ട് careers@gihsdubai.com എന്നുള്ള മെയിൽ ID-യിലേക്ക് CV ഫോർവേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ സ്കൂൾ വെബ്സൈറ്റിൽ കരിയർ ഓപ്ഷൻ വഴി കൂടി നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി വന്നിട്ടുള്ളത് അൽഖാനിൽ പ്രവർത്തിച്ച് വരുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള നഴ്സറിയിലേക്ക് പ്രീ സ്കൂൾ ടീച്ചറെ നോക്കുന്നുണ്ട്. അപ്പോൾ BA BCom ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിഗ്രി ചെയ്തിട്ടുള്ള ആൾക്കാർ അതിൻ്റെ കൂടെ ഒരു മോണ്ടിസോറി ട്രെയിൻഡ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് വാട്സപ്പ് നമ്പർ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലേക്ക് നേരിട്ട് CV ഫോർവേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് പേസ് ക്രിയേറ്റീവ് ബ്രിട്ടീഷ് സ്കൂൾ അജ്മാനിൽ പ്രവർത്തിച്ചു വരുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. അവിടെ ഹോം റൂം ടീച്ചറെ നോക്കുന്നുണ്ട്. അതിൽ ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ BEd നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ EYFS ടീച്ചറെ നോക്കുന്നുണ്ട്. ഡിഗ്രിയുടെ കൂടെ ഏർലി ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഡിപ്ലോമയോ അല്ലെങ്കിൽ മോണ്ടിസോറി കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ക്യാഷ് ലെവൽ 3 ചെയ്തിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് 2 മെയിൽ ID അവർ തന്നിട്ടുണ്ട്. HR@pacebs.com, careers@pacebs.com തുടങ്ങി 2 മെയിൽ ID അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെയിൽ ID-യിലേക്കോ അല്ലെങ്കിൽ 2 മെയിൽ ID-യിലേക്കോ സബ്ജക്റ്റിൽ ടൈറ്റിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ടൊരു വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് അഗെയിൻ വന്നിട്ടുള്ളത്. KG ടീച്ചറുടെ പൊസിഷനിലേക്കാണ്. ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂളിലാണ് വരുന്നത്. 27-ാം തീയതിയാണ് ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. 8:30 മുതൽ 12 മണി വരെ. അപ്പോൾ ഗൾഫ് ഇന്ത്യൻ സ്കൂളിൻ്റെ ലൊക്കേഷൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദുബായ് ഗറൂദിയിൽ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനായിട്ട് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ BEd ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലി നോക്കുന്ന, അതായത് സ്പൗസ് വിസയിലോ ഓൺ വിസയിലോ നിന്ന് ജോലി നോക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു അവസരമാണ്. കാരണം KG ടീച്ചേഴ്സിന് കുറേ വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുള്ളതായിട്ടാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഹാംപ്ടൺ ഹൈറ്റ്സ് ഇൻ്റർനാഷണൽ സ്കൂൾ, ഊഡ്ലം പാർക്ക് സ്കൂളിൻ്റെ ഭാഗമായിട്ട് വരുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്കൂളാണ്. അവർ ഹോം റൂം ടീച്ചേഴ്സിനെ FS2 മുതൽ ഗ്രേഡ് 4 വരെ ഹോം റൂം ടീച്ചേഴ്സിന് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെൻ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ടീച്ചേഴ്സിനെ നോക്കുന്നുണ്ട്, ഫ്രഞ്ച് ടീച്ചറെ നോക്കുന്നുണ്ട്, സോഷ്യൽ വർക്കറെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡിഗ്രി മാൻഡേറ്ററി ആയിട്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2 വർഷം UK കരിക്കുലം എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. UAE അവൈലബിൾ ആയിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ careers@hamptonheights.ae എന്നുള്ള മെയിൽ ID-യിലേക്ക് സബ്ജക്റ്റ് ലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ്റെ പേര് ടൈറ്റിൽ കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗ്രേഡും കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു 10 വേക്കൻസീസോളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് മുതൽ BEdും MEdും കഴിഞ്ഞവർക്കുള്ള എല്ലാ വേക്കൻസീസും നമ്മൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കവർ ചെയ്ത് പോന്നിട്ടുണ്ട്. എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുവരെ റെസ്പോൺസ് ഒന്നും വന്നില്ല, ഞാൻ എത്ര അപ്ലൈ ചെയ്തിട്ടും എനിക്ക് ഒരു റിപ്ലൈ പോലും അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ UAE ഇത്രയധികം സ്കൂൾസും ഇത്രയധികം പൊസിഷൻസ് വേക്കൻ്റ് ആയിട്ടുണ്ടെന്നൊക്കെ അറിയാൻ
പറ്റുന്നതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ നമുക്ക് ഫിറ്റായിട്ടുള്ള ആ ഒരു ജോബ് എന്തായാലും നമ്മളെ വിളിച്ചിരിക്കും. നമുക്ക് തോന്നുന്നതാണ് ഇവർ നമ്മുടെ മെയിൽ ഐ ഡിയും നമ്മുടെ മെയിലും നമ്മുടെ മെസ്സേജസും ഒന്നും കാണുന്നില്ല എന്ന്. HR ഇതിന് വേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എല്ലാ സ്കൂൾസിലും പ്രവർത്തിച്ച് വരുന്നുണ്ട്. അവർ നമ്മൾ അയക്കുന്ന എല്ലാ മെസ്സേജസും കാണുന്നുമുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ തളരരുത്, ഡീമോട്ടിവേറ്റ് ആവരുത്. ഒരു മെസ്സേജും കിട്ടിയില്ല എന്ന് വെച്ചിട്ട് വരും, എന്തായാലും ഒരു കോൾ വന്നിരിക്കും ഒരു ദിവസം. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.